ഇസ്ലാമിക സൈന്യങ്ങൾക്കാണ് വിജയമെന്ന് ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. ഉറപ്പല്ലേ? ഖുർആനിലൂല്ലേ? കാരണം ഇവർ ഷെയ്ഖുൽ ഹദീസ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുള്ള ഇപ്പോൾ സക്കരിയ മൗലാന എന്ന് അവർ പറയാം, സക്കരിയ കാന്തലവി. ഇദ്ദേഹത്തിൻ്റെ ഫളായിൽ കിതാബ് വായിച്ച ഒരാൾ ആത്മാർത്ഥമായിട്ടാണ് വായിക്കേണ്ടതുണ്ടെങ്കിൽ ഏത് ഖബറിലും ചെല്ലും, എന്തും ചോദിക്കും. സിയാറത്തിൻ്റെ 60 മര്യാദകൾ എന്ന് പറഞ്ഞാൽ ഒരു തബ്ലീഗിന്റെ പുസ്തകമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സന്ദർശിക്കുന്ന സമയത്ത് അവിടെ ചൊല്ലാവുന്ന ഒരു ദിക്റായിക്കൊണ്ട് അല്ലെങ്കിൽ ചോദിക്കാവുന്ന ഒരു പ്രാർത്ഥനയായിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അസ്അലുക ഷഫാഅത്ത, അങ്ങയോട് ഞാൻ ഷഫാഅത്തിനെ ചോദിക്കുന്നു. പച്ചയായ ശിർക്കാണ്. നബിയോട് നേരിട്ട്, അതും ജീവിച്ചിരിക്കുന്ന നബി കൂടിയല്ല. നക്ഷബന്ദി ത്വരീഖത്തിലെ 10,000-കണക്കിന് മുരീദന്മാരുള്ള ഷെയ്ഖാണ് എന്നാണ് ഇവർ പ്രധാനപ്പെട്ട നേതാവിനെ കുറിച്ച് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞതിൻ്റെ മുൻപത്തെ പ്രൂഫ് പോയിൻ്റ് എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു നമുക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങൾ. ആ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമുക്കറിയാം 10 പോയിൻ്റുകൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആ വിഷയം ഇവിടെ അവതരിപ്പിച്ചത്. അവരുടെ വിശ്വാസരംഗത്തുള്ള നിലപാടുകൾ, പ്രത്യേകിച്ചും ത്വരീഖത്തുകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അവരുടെ ആ നിലക്കുള്ള അവരുടെ ന്യായങ്ങളും അതിനോടുള്ള അവരുടെ ബന്ധങ്ങളും ഒക്കെ നമ്മൾ പറയേണ്ടായി. അതോടൊപ്പം തന്നെ പ്രമാണങ്ങൾ വ്യാഖ്യാനിക്കുന്നിടത്തുള്ള അവരുടെ നിലപാടുകൾ, തെളിവുകൾ സ്വീകരിക്കുന്നിടത്ത് അവർക്കുള്ള നിലപാട് എന്താണ് എന്നതൊക്കെ ഇവിടെ പറഞ്ഞു പോകുന്നതിനിടയിൽ നമ്മൾ പറഞ്ഞ 2 പോയിൻ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ബാക്കി 8 പോയിൻറ്റിനെയും മറന്നുകൊണ്ട് പിന്നീടുള്ള സോഷ്യൽ മീഡിയ ചർച്ചകളിലൊക്കെ നമ്മൾ കണ്ടത് പ്രധാനമായും 2 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നതാണ്. ഒന്ന്, അവർക്കിടയിൽ അറിയപ്പെട്ട പണ്ഡിതന്മാരില്ല എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഷബീബ് സ്വലാഹിയുടെ തന്നെ സംസാരത്തിലാണെന്ന് നിസാമുദ്ദീനിലെ ദർഗയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. ഈ 2 കാര്യങ്ങൾ എടുത്തുകൊണ്ട് വളരെ വ്യാപകമായി, ഒരുപക്ഷെ നമുക്കൊക്കെ വ്യക്തിപരമായും അതല്ലാതെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പൊതുവായുമൊക്കെ ചില ചർച്ചകൾ നമ്മൾ കാണുകയുണ്ടായി. ആ 2 വിഷയങ്ങളിൽ നിന്ന് ചർച്ച തുടങ്ങി. ഇൻഷാ അല്ലാഹ് നമുക്കതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് പറഞ്ഞു വെച്ച 8 പോയിൻ്റുകൾ അവിടേക്ക് തീർച്ചയായും ചർച്ചകൾ വരേണ്ടതുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യ ഭാഗത്ത് പണ്ഡിതന്മാരില്ല എന്ന് പറഞ്ഞത്, ശരിക്കും നമ്മൾ ഓരോ പ്രസ്ഥാനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് പണ്ഡിതന്മാരില്ല എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയാറുണ്ട്. അങ്ങനത്തെ ഒരു സംസാരത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങളില്ലേ? തീർച്ചയായും തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട് നമ്മളന്ന് ഉന്നയിച്ച 10 പോയിൻ്റുകൾ യഥാർത്ഥത്തിൽ അതിലെ ഒന്നുപോലും അവർക്ക് കൃത്യമായി ഖണ്ഡിക്കുവാനോ അത് ശരിയല്ല എന്ന് സ്ഥാപിക്കുവാനോ കഴിയില്ല എന്ന് എല്ലാവരേക്കാളേറെ അവർക്കറിയാം. അതുകൊണ്ടാണ് ആ ചർച്ച ആളുകൾക്കിടയിലേക്ക് എത്തിയപ്പോൾ ആളുകളുടെ ഒരു സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി എടുക്കാവുന്ന 2 ചെറിയ പദപ്രയോഗങ്ങൾ അവർ കണ്ടെത്തി അവർ തന്നെ വ്യാഖ്യാനിച്ച് അതിനെ ആ രൂപത്തിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പം അതിൽ ഒന്ന്, ഞാനാണ് ആ വിഷയത്തിൽ പരാമർശിച്ചത്, അവർക്കിടയിൽ പണ്ഡിതന്മാരില്ല. അപ്പോൾ പല ആളുകളും നമ്മോടൊക്കെ ബന്ധപ്പെടുകയും അതേപോലെ സോഷ്യൽ മീഡിയ സജീവമായി ചർച്ച വരികയൊക്കെ ചെയ്തപ്പോൾ അതിൽ വന്നൊരു പ്രയോഗം, ഇവിടെ പല മുസ്ലിം സംഘടനകളും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളായി വിമർശനം ഉന്നയിക്കുന്ന ആരോപിക്കുന്ന ഒരു ആരോപണമാണ് യഥാർത്ഥത്തിൽ അവിടെ പണ്ഡിതന്മാരില്ല എന്ന് അവർ പറയും, ഇവിടെ പണ്ഡിതന്മാരില്ല എന്ന് അപ്പുറത്തുനിന്ന് പറയും. അതൊക്കെ ആ നിലയ്ക്കൊരു വില കുറഞ്ഞ ഒരു നിലവാരമില്ലാത്ത പദപ്രയോഗമായിപ്പോയി എന്ന് സോഷ്യൽ മീഡിയയിൽ പലരൊക്കെ പങ്കുവച്ചതായി കണ്ടു. യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള ഏതാനും കുറച്ച് വ്യക്തികൾ നോക്കിയിട്ട് അവരൊന്നും ആലിമീങ്ങളല്ല എന്നും ഞങ്ങളൊക്കെയാണ് പണ്ഡിതന്മാർ എന്നുമല്ല നമ്മളാരും പറഞ്ഞതും ഉദ്ദേശിച്ചതും. ഞങ്ങളാരും പണ്ഡിതന്മാരല്ല, നമ്മൾക്ക് നിലപാടനുസരിച്ച് നമ്മളാരും പണ്ഡിതന്മാരല്ല, നമ്മൾക്ക് മതവിദ്യാർത്ഥികൾ തന്നെയാണ്. അവിടെ യഥാർത്ഥത്തിൽ കേരളത്തിലെ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് മാത്രവുമല്ല സംസാരിച്ചത്, ലോകാടിസ്ഥാനത്തിൽ തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ്, അവരുടെ വിശ്വാസങ്ങളും അവരുടെ ആശയങ്ങളുമാണ് നമ്മൾ ചർച്ചയിൽ കൊണ്ടുവന്നത്. സ്വാഭാവികമായും കേരളത്തിലുള്ളവർക്ക് അത് ബാധകമാണ് എന്ന് മാത്രം. മാത്രവുമല്ല, പണ്ഡിതന്മാരില്ല എന്നല്ല ആദ്യം പറഞ്ഞത്, അവർ അറിവിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. പണ്ഡിതന്മാരെ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളോ അതിന് പറ്റിയ സ്ഥാപനങ്ങളോ ഒന്നുമില്ല. ഖുർആൻ ഹിഫ്ദിന് അവർ പ്രാധാന്യം കൊടുക്കുന്നു, ആ നിലക്കുള്ള ചില പഠനങ്ങൾ നടത്തുന്നു എന്നല്ലാതെ ആഴത്തിൽ മതം പഠിക്കുക, അത് പഠിപ്പിക്കുക, അത്തരം ഒരു അജണ്ട തന്നെ യഥാർത്ഥത്തിൽ അവർക്ക് ഇല്ല. മാത്രവുമല്ല, ലോകാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ സലഫി ആദർശം, അഹ്ലുസുന്നയുടെ ആദർശം കൃത്യമായി പഠിക്കുകയും പഠിപ്പിക്കുകയും ഗ്രന്ഥങ്ങൾ എഴുതുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ധാരാളം പണ്ഡിതന്മാർ ലോകാടിസ്ഥാനത്തിൽ ഇപ്പോഴുമുണ്ട്, കഴിഞ്ഞ തലമുറയിലുമുണ്ട്, എല്ലാ കാലത്തും ഉണ്ടായിട്ടുമുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യ ബേസ് ചെയ്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ
ഈ അടുത്ത കാലത്ത് ജീവിച്ച വലിയ മഹാപണ്ഡിതന്മാരാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ തുടങ്ങിയ ആളുകൾ. അതുപോലെ മുഹദ്ദിസുൽ അസുർ, ഈ കാലഘട്ടത്തിലെ ഹദീസ് പണ്ഡിതൻ എന്ന് ലോകം അംഗീകരിച്ച പണ്ഡിതനാണ് ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ. ഈ നിലക്കുള്ള ധാരാളം പണ്ഡിതന്മാർ അഹ്ലുസുന്നയുടെ തനതായ ആശയത്തെ ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ആ ഒരു തലത്തിൽ പണ്ഡിതന്മാർ എന്ന് ലോകം മൊത്തം അംഗീകരിച്ച ഒരു പണ്ഡിതനെ തബ്ലീഗ് ജമാഅത്തിൻ്റെ ഒരു വലിയ ഒരാശയം സ്വീകരിച്ച് ആ ആശയത്തെ അഹ്ലുസുന്ന ആശയമാണ് എന്ന് പഠിപ്പിക്കാൻ രംഗത്ത് വന്ന ഒരു പണ്ഡിതനെ നമുക്കങ്ങനെ കാണാൻ കഴിയില്ല. അതാണ് ഞാൻ വലിയ പണ്ഡിതന്മാരില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ നമ്മളാരും പണ്ഡിതന്മാരല്ല, നമ്മൾ ആ നിലക്ക് പറഞ്ഞതുമല്ല, നമ്മളാരും പണ്ഡിതന്മാരല്ല. എന്നാൽ ലോകാടിസ്ഥാനത്തിൽ അഹ്ലുസുന്നയുടെ ആശയം പഠിപ്പിക്കുന്ന ധാരാളം പണ്ഡിതന്മാർ വന്നു, ധാരാളം ഗ്രന്ഥങ്ങൾ വന്നു. അത്തരമൊരു സേവനം ചെയ്ത ഒരു പണ്ഡിതൻ പോലും ഈ തബ്ലീഗ് ജമാഅത്തിന് കൂടെ ഇല്ല എന്നു മാത്രമല്ല, നേരത്തെ ഞാൻ പ്രതിപാദിച്ച ആ പണ്ഡിതന്മാരൊക്കെ തന്നെയും തബ്ലീഗ് ജമാഅത്തിനെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തവരാണ്. ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ പറഞ്ഞ പദപ്രയോഗം അന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗം സൂഫിയത്തുൽ അസുർ എന്നാണ്. ഈ കാലഘട്ടത്തിലെ സൂഫികളാണ് തബ്ലീഗ് ജമാഅത്തുകാർ എന്നാണ് പറഞ്ഞത്. ഇനി ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള മഹാപണ്ഡിതന്മാരിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നവർ എന്ന് പറയാവുന്ന ഗണത്തിൽപ്പെട്ടവരാണ് ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിദഹുല്ലാ. അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം നമുക്ക് യൂട്യൂബിൽ കിട്ടും. അതിന് ഹെഡിങ് തന്നെ ജമാഅത്തു തബ്ലീഗ് ലൈസ ഇൻദഹും ഇൽമുൻ. തബ്ലീഗ് ജമാഅത്തിൻ്റെ പക്കൽ ഇൽമില്ല, അവർക്ക് ഇൽമില്ല, അറിവിൻ്റെ വിഷയത്തിൽ അവർക്ക് യാതൊരു ശ്രദ്ധയുമില്ല എന്നാണ് ആ സംസാരത്തിൻ്റെ ഹെഡിങ്ങായി തന്നെ യൂട്യൂബിൽ അത് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പരസ്പരം ഒരു ആക്ഷേപിക്കുന്നതിൻ്റെ ഭാഗമായി സംഘടനാ പക്ഷപാതിത്വം കൊണ്ട് പറഞ്ഞ ഒരു പദപ്രയോഗമല്ല. ലോകാടിസ്ഥാനത്തിൽ തന്നെ എടുക്കുമ്പോൾ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന സംഘം എന്നാണ് രൂപപ്പെട്ടു വന്നത്, അന്ന് മുതൽ ഇന്ന് വരെ എടുത്തു നോക്കിയാൽ അങ്ങനെ ഇൽമിന് വലിയ പ്രാധാന്യം അവർ കൽപ്പിച്ചിട്ടില്ല. പിന്നെ ഷെയ്ഖുൽ ഹദീസ് എന്ന് അവരൊക്കെ പരിചയപ്പെടുത്തി കൊണ്ടുവരുന്ന ചില സ്ഥാപക നേതാക്കന്മാരുണ്ട്. പക്ഷേ അവരൊക്കെ യഥാർത്ഥത്തിൽ അവരുടെ ചരിത്രവും അവരുടെ സേവനവും പരിശോധിച്ച് നോക്കുമ്പോൾ അവരും ഈ പറഞ്ഞ പോലെ ഇൽമിനല്ല കൂടുതൽ സേവനം ചെയ്തത്, മറ്റു പല ആശയങ്ങൾക്കുമാണ് എന്ന് കാണാൻ കഴിയും. അതാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കുന്നത്. ഒരു കേരളത്തിന്റെ ഒരു വൃത്തത്തിലെ ഒരു സംഘടനാ നേതാക്കളിലേക്ക് ചുരുക്കിങ്ങാണ്ടല്ല നമ്മളെ പക്ഷപാതിത്വമായി പറഞ്ഞതുമല്ല. അതിൻ്റെ അപ്പുറത്ത് ലോകാടിസ്ഥാനത്തിൽ ഇന്നോളമുള്ള അവരുടെ ചരിത്രങ്ങൾ മുന്നിൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു പേര് കേട്ട് അങ്ങനെ നമുക്ക് എടുത്തു പറയാവുന്ന പണ്ഡിതന്മാരില്ല എന്നതാണ്. രണ്ടാമത്തെ ഷബീബ് സലാഹി പറഞ്ഞ വിഷയമായിരുന്നു നിസാമുദ്ദീനിലെ ദർഗയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. നിസാമുദ്ദീനിലെ ദർഗയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ വിഷയം ബോധപൂർവം പറഞ്ഞു തന്നെയാണ്. അതെന്നാലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതോ അതല്ലെങ്കിൽ ആരെങ്കിലും ആരുടെ അടുത്തുനിന്ന് കേട്ട് പറഞ്ഞതോ അല്ല. കാരണം 2006 മുതൽ 2011 വരെയുള്ള കാലഘട്ടം ഞാൻ ഡൽഹിയിലാണ് പഠിച്ചതും. അതുപോലെ തന്നെ പലപ്പോഴും ഈ പറഞ്ഞ തബ്ലീഗിൻ്റെ ആസ്ഥാന സ്ഥലത്ത് പോയിട്ടുമുണ്ട്. അവരുടെ കൂട്ടത്തിൽ നിന്ന് ദർഗയിൽ പോകുന്ന ആളുകളെ കണ്ടിട്ടുമുണ്ട്. ഇതുപോലെ തന്നെ ഈ പുഷ്പാർച്ചന നടത്തിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും വിചാരിച്ചോന്ന് അറിയില്ല. അവിടെ ഈ ചെന്ന് കഴിഞ്ഞാൽ ഈ ദർഗയിലേക്ക് പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ കടകളുണ്ട്, അവിടെ എല്ലാ സാധനവും കിട്ടും. ആ കിട്ടുന്ന കൂട്ടത്തിൽ കൊട്ടയിലാക്കിയിട്ട് പൂക്കൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും അവിടെ നിന്ന് ആ കൊട്ട കിട്ടും. ഓരോ കൊട്ടയ്ക്കും ഓരോ വലുപ്പമുണ്ട്, ഓരോ ക്യാഷൊക്കെയാണ്. അത് അവിടുന്ന് വാങ്ങും, കൊണ്ടുപോയിട്ട് ദർഗയിൽ കൊണ്ടുപോയി കൊടുക്കും. അതാ കബറിൻ്റെ മേലെ ഇങ്ങനെ ഒന്നിങ്ങനെ ഉണ്ട് ഒഴിഞ്ഞ് ഒരാളെ വെക്കും, വേറൊരാളെ കൂടെ ഒന്നാണ്ട് ആ കൊട്ടനെ വാങ്ങി കടയിൽ തന്നെ പിന്നെ കൊടുന്ന് വെക്കും. അപ്പോൾ ഈ രൂപത്തിൽ അവരും എന്താക്കുന്നുണ്ട്, ജമാഅത്തിൽ നിന്ന് വരുന്നവർ അവിടെ സന്ദർശിക്കുന്ന ആളുകൾ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നത് ഇവരാരും എന്താക്കാറില്ല, എതിർക്കാറില്ല. മാത്രമല്ല അവർ അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് യാതൊരു ദേഷ്യം ഉണ്ടാകേണ്ട ആവശ്യമില്ല, എൻ്റെ പേരിൽ കളവ് ആരോപിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവർ ഷെയ്ഖുൽ ഹദീസ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുള്ള, ഇപ്പോൾ സക്കരിയ മൗലാന എന്ന് അവർ പറയാം, സക്കരിയ കാന്തലവി. ഈ സക്കരിയ കാന്തലവി ആണ് ഈ ഫളായിൽ കിതാബ് മുഴുവനും എഴുതിയിട്ടുള്ള മനുഷ്യൻ. ഇദ്ദേഹത്തിൻ്റെ ഫളായിൽ കിതാബ് വായിച്ച ഒരാൾ ആത്മാർത്ഥമായിട്ടാണ് വായിക്കേണ്ടതുണ്ടെങ്കിൽ ഏത് ഖബറിലും ചെല്ലും, എന്തും ചോദിക്കും. ഇതാണ് ഒരവസ്ഥ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സിയാറത്തിൻ്റെ 60 മര്യാദകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൽ സിയാറത്തിൻ്റെ 60 മര്യാദകൾ എന്ന് പറഞ്ഞാൽ ഒരു തബ്ലീഗിൻ്റെ പുസ്തകമാണ്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സന്ദർശിക്കുന്ന സമയത്ത്, ഇത് സ്ക്രീനിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സന്ദർശിക്കുന്ന സമയത്ത് അവിടെ ചൊല്ലാവുന്ന ഒരു ദിക്റായിക്കൊണ്ട് അല്ലെങ്കിൽ ചോദിക്കാവുന്ന ഒരു പ്രാർത്ഥനയായിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അസ്അലുക ശഫാഅത വ അതവസ്സലു ബിക ഇലല്ലാഹി ഫി അൻ അമൂത മുസ്ലിമൻ അലാ മില്ലതിക വസുന്നതിക. എന്താ പോലും പറഞ്ഞത്, ഇത് ഒരു പുസ്തകം തന്നെ നമ്മൾ അങ്ങനെ തന്നെ കാണിക്കാനുള്ള കാരണം ഒരു പറയട്ടെ, മറുപടി പറയട്ടെ. നമ്മൾ
വളരെ മാന്യമായ നിലക്ക് കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പോയ ആണ് അന്ന് ചെയ്തത്. അതേ സമയത്ത് ഇനി അവർ മറുപടി പറയേണ്ടത് ഈ നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ ഒന്നിരിക്കലില്ല എന്നവർ നിഷേധിക്കണം. ഇതിലിപ്പോൾ പറഞ്ഞ യാ റസൂലല്ലാ, അള്ളാൻ്റെ റസൂലെ, അസ്അലുക ഷഫാ, അങ്ങയോട് ഞാൻ ഷഫാഅത്തിനെ ചോദിക്കുന്നു. പച്ചയായ ശിർക്കാണ്. നബിയോട് നേരിട്ട്, അതും ജീവിച്ചിരിക്കുന്ന നബി കൂടിയല്ല, മരിച്ച നബിയോട് ഖബറിങ്ങ ചെന്ന് ചോദിക്കേണ്ട ചോദ്യമാണിത്. അസ്അലുക ഷഫാ. അതുപോലെ തന്നെ തവസ്സലു ബിക ഇലല്ലാ. പിന്നെ രണ്ടാമത്തത് മൻഹിയായ അഥവാ വിലക്കപ്പെടേണ്ട ഒരു തവസ്സുലാണ് അവിടെ നടക്കേണ്ടത്. അള്ളാഹുവിലേക്ക് അങ്ങയെക്കൊണ്ട് ഞാൻ തവസ്സുലാക്കുന്നു. എന്തിന്? ഫി അൻ അമൂത്ത മുസ്ലിമൻ, എന്നൊരു മുസ്ലിമായിക്കൊണ്ട് മരിപ്പിക്കണമേ, അലാ മില്ലത്തിക്ക വസുന്നത്തിക്ക, അങ്ങയുടെ മില്ലത്തിലും അങ്ങയുടെ ചര്യയിലുമായിക്കൊണ്ട് എന്ന്. മാത്രമല്ല ഇനി ഇവർ പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ ഞാൻ ഔലിയാക്കളുടെ അടുത്തേക്ക് വേണ്ടിയിട്ടും ആദ്യം നബിൻ്റെ വിഷയത്തിലാണ് പറയാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ ഇവർ നേരിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. അതിന് ഏറ്റവും വലിയ തെളിവ് ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു പണ്ഡിതനാണ് ഇവരെ മൂസ മൗലാന എന്ന് പറയുന്നത്. കാഞ്ഞാർ മൂസ മൗലാന എന്ന് പറഞ്ഞ പേരിലാണ് അയാൾ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അയാൾ ഒരു കവിത, അറബി കവിത മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതാ കവിതയുടെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വമാണ് അദ്ദേഹം ആ കവിതയിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. പക്ഷേ ആ കവിത എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ കേൾപ്പിച്ചു തരാം. നബിയുടെ വിരഹ ദുഃഖത്താൽ ഞങ്ങൾ മൊത്തം കഷ്ടത്തിൽ, കരുണക്കടലാം നബിയുള്ള കരുണ ചെയ്യുക ഞങ്ങൾക്ക്, ആശ്രിതരായവർ ഞങ്ങൾക്ക് ഹൃദയ വെളിച്ചം തരണമേ, കരുണ ചൊരിയണേ നബിയുള്ള, ഞങ്ങൾ ദുർബലരാണല്ലോ, ഞങ്ങളുടെ കൈകൾ പിടിച്ചാലും, അനാഥകളാകും ഞങ്ങൾക്ക് അഭയം നൽകുക നബിയുള്ള, തന്നിഷ്ടത്താൽ കുഴഞ്ഞവനായി സ്വയം പുകഴ്ത്തി വളഞ്ഞവനായി അനാഥനായി വളരുന്നൊരു ദാസന് മാപ്പ് നൽകുക നബിയുള്ള. എന്നിട്ട് അവസാനം ഇത് പരിഭാഷപ്പെടുത്തിയ മൂസ മൗലാന മൂപ്പര വക ഒരു വരി മൂപ്പർക്കും എഴുതി, മൂസ മൗലാന എന്നവർക്ക് ദുആ ചെയ്യണേ നബിയുള്ള. ഇതാണ് കേരളത്തിൽ അറിയപ്പെട്ടൊരു തബ്ലീഗുകാരനാണ് ആര്? മൂസ മൗലാന. അദ്ദേഹത്തെ തള്ളാൻ പറ്റുന്നുണ്ട്, ഒരു തള്ളട്ടെ. അയാൾ ഷിർക്കാണ് ചെയ്തത്, അല്ലെങ്കിൽ അയാളിപ്പോൾ ഈ പറഞ്ഞതിൽ തൗഹീദ് ഉണ്ടെന്ന് പറയട്ടെ. നബിയോട് നേരിട്ട് ചോദിക്കാണ്. മാത്രമല്ല ഇത് രചിച്ച ആൾ ദർബിയിൽ ഒരു ജാമി എന്നൊക്കെ പറഞ്ഞ ആളാണ് ഇത് രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഇയാൾ എന്താണ് മക്കത്ത് ചെന്നു, ഹജ്ജിന് ചെന്നു എന്നൊക്കെയാണ് ചരിത്രത്തിലുള്ളത്. ഇതും എന്താക്കുന്നുണ്ട്, സക്കരിയ കാന്തലവി പറയുന്ന കഥയാണ്. ആ സമയത്ത് മക്കയിലെ ഗവർണറെ നബി സ്വപ്നത്തിൽ, മക്കയുടെ ഗവർണർ അടുത്ത് നബി സ്വപ്നത്തിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരാൾ എന്താക്കുന്നുണ്ട്, വരുന്നുണ്ട്. മക്കയുടെ അമീറിൻ്റെ അടുത്ത് നബി ചെന്നിട്ട് പറയുന്നത് ജാമി എന്ന ഒരു വ്യക്തി മദീനയിലേക്ക് ഇവിടുന്ന് പോരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജാമിയെ മദീനയിലേക്ക് പോരാൻ അനുവദിക്കരുത്. കാരണം പറഞ്ഞതെന്താ വെച്ചാൽ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചില അദ്ദേഹത്തിൻ്റെ പേരിലൊരു ഷിയർ, ഒരു കവിത രചിച്ചിട്ടുണ്ട്. ആ കവിത എൻ്റെ ഖബറിൻ്റെ അടുത്ത് നിന്ന് ആലപിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കേണ്ടത്. അങ്ങനെ അദ്ദേഹം ആ പദ്യങ്ങൾ എൻ്റെ ഖബറിൻ്റെ അടുക്കൽ വന്ന് ചൊല്ലിയാൽ ഞാൻ ഖബറിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തേക്ക് ഇടേണ്ടി വരും, അദ്ദേഹത്തിന് മുസാഫാത്ത് ചെയ്യേണ്ടി വരും. അത് ആകെ കുഴപ്പങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് എന്താക്കരുത്, ഈ ജാമിനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരാൻ അനുവദിക്കരുത് എന്ന് മക്ക ഗവർണറുടെ അടുത്ത് സ്വപ്നത്തിൽ വന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെന്നാണ്. എല്ലാ ഖുറാഫാത്തുണ്ട്. ഇത് സക്കരിയ മൗലാനയാണ്. ഇപ്പോൾ എൻ്റെ ഫളായിൽ കിതാബിലുണ്ട്. അതേ രൂപത്തിൽ തന്നെ ഇത് മറ്റേ ഈ കാഞ്ഞാർ മൂസ മൗലാന പച്ച മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ സാധനമാണ്. ഇനി ഞാൻ വേറൊരു സംഭവം പറയാം. ഇനി നമ്മൾ ഔലിയാക്കളുടെ അടുത്തേക്ക് വരിക. അതിപ്പോൾ നബിനോടിപ്പോൾ ചോദിക്കാന്നുള്ള വെറും രണ്ടെണ്ണേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഇതുപോലെ കൊട്ടക്കണക്കിന് കൊണ്ടുവരാൻ പറ്റും. എന്നിട്ടാണ് പറഞ്ഞത് നിസാമുദ്ദീനിൽ പോയിക്കാണ്ട് ചോദിക്കണുണ്ട് എന്ന് പറഞ്ഞ പോലെ ഭയങ്കര ഇളകിയത്. ഇവരിതല്ല അതിൻ്റെ വലുത് ചോദിക്കുന്നേക്കൂടെ. ഇത് ഫലായിൽ കിതാബിൽ തന്നെ, അതായത് ഫലായി സദക്കാത്ത് ഇതിൽ പറയുന്നുണ്ട്. അതായത് മിസ്റിൽ നടന്നൊരു സംഭവമാണ്. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു കുട്ടി ജനിച്ചപ്പോൾ അദ്ദേഹത്തിന് ആ കുട്ടിക്ക് വേണ്ടി ചിലവഴിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഈ നല്ല മനുഷ്യന്മാരൊക്കെ അടുത്തുനിന്ന് ചെന്ന് എന്തെങ്കിലും തരുമോ, ഒരു കുട്ടി ജനിച്ചിക്കണോ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാൻ വേണ്ടി എൻ്റെ ഒന്നുമില്ല എന്ന് ചെന്നപ്പോൾ ആരെങ്കിലും ഒന്നും കിട്ടില്ല. അവസാനം ഇദ്ദേഹം ചെല്ലേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ളൊരു ഖബറിങ്ങ ചെന്നു. ആലോചിക്കണം, സ്വതക്കൻ്റെ മഹത്വം പറയുമ്പോൾ വേറെ എന്തെല്ലാം കഥ ഉണ്ടാക്കുക. അതിന് പകരം നേരെ കൊണ്ടുപോകേണ്ട കണ്ട ഖബറിങ്ങക്കാണ്. അങ്ങനെ ഇദ്ദേഹം ഖബറിൻ്റെ അടുക്കൽ ചെല്ലുകയും എന്നിട്ട് ഖബറിലുള്ള ആളോട് ഇദ്ദേഹത്തിൻ്റെ സങ്കടം പറയുകയും ചെയ്തു. ആ സമയത്താണ്
ഈ ഖബറിലുള്ള ആൾ സങ്കടം പറഞ്ഞിങ്ങനെ തിരിച്ചു പോരുമ്പോൾ തൊട്ടടുത്ത് വേറൊരാൾ നിൽക്കുന്നുണ്ട്. അയാളുടെ ഈ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താക്കി, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ദിനാറ് 2 കഷ്ണമാക്കി മുറിച്ച് ഒരു കഷ്ണം ഈ സാധുവിന് കൊടുക്കും. കൊടുത്തിട്ട് പറയും, ഇത് കടമായിട്ടാണ് നൽകുന്നത്, ഇത് കടമായിട്ടാണ് നൽകേണ്ടത്, ഇത് എന്താക്കണം, എനിക്ക് തിരിച്ചു തരണതാണ്. അങ്ങനെ ഇയാൾ ഈ അരക്കഷ്ണം ദിനാറായിട്ട് ഇങ്ങനെ പോകും, സ്വർണ്ണനാണായിട്ട് പോകും. മറ്റാൾ ഈ അരക്കഷ്ണം ദിനാറ് മലയാളി ഉണ്ടല്ലോ, അത് കൊടുത്ത ആൾ ഇദ്ദേഹം ഇങ്ങേപ്പുറത്തിരുന്ന് ഇങ്ങനെ ഉറങ്ങുകയാണ്. അതിൻ്റെ ആ സമയത്ത് ഈ ഖബറിലുള്ള മരിച്ചെടുക്കണ മനുഷ്യൻ എന്തായി, സ്വപ്നത്തിൽ ഇയാൾ അടുത്ത് വന്ന് പറഞ്ഞ്, എൻ്റെ അനന്തരാവകാശിയുടെ അടുത്ത് നീ ചെല്ലണം, എൻ്റെ വീട്ടിൽ ഇന്ന സ്ഥലത്ത് ഇന്ന പാത്രത്തിൽ ഇത്ര ഒരു സംഖ്യ എന്താക്കിയിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്, അത് എടുത്തിട്ട് ആ സാധുവിന് എന്താക്കണം, നീ കൊടുക്കാൻ വേണ്ടി പറയണം. അങ്ങനെ ഇയാൾ ഇത് കേട്ട് നേരെ പോകുന്നു. അങ്ങനെ പോയിട്ട് കാര്യങ്ങളൊക്കെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ വീട്ടുകാർ അവിടെ ആ സ്ഥലം അന്വേഷിച്ചു, നോക്കിയപ്പോൾ അവിടെ നിന്ന് ഈ പറഞ്ഞ പോലത്തെ ഒരു പൊതി കിട്ടി. ആ പൊതിയിൽ എന്തുണ്ട്, ദിനാറുകളുണ്ടായിരുന്നു. ഇത് ഈ സാധുവിനെ ഇയാളെ ഏൽപ്പിച്ചു. ഇയാൾ വന്നിട്ട് ഈ മറ്റേ സാധുവിനെ ഏൽപ്പിച്ചു. മറ്റേ സാധു എന്താക്കിയെന്ന് വെച്ചാൽ അതിനൊരു ദിനാർ എടുത്ത് പൊട്ടിച്ചിട്ട് ആരാർക്ക് കൊടുത്തു, കടം വീട്ടി. ബാക്കി മൊത്തം അവിടെ ഉണ്ടായിരുന്ന പാവങ്ങൾക്ക് മൊത്തം വിതരണം ചെയ്തു. ഇപ്പോൾ എന്നിട്ട് സക്കരിയ മൗലാന ചോദിക്കണ ഒരു ചോദ്യമുണ്ട് അവസാനം. ഇപ്പോൾ ഇതിൽ ആരുടെ സ്വതക്കാണ് കൂടുതൽ മഹത്വം? ഒന്ന് ഈ അരക്കഷ്ണം ആദ്യം പൊട്ടിച്ച് കൊടുത്ത ഇയാൾക്കാണോ, അല്ല ഖബറിന്ന് സ്വപ്നത്തിൽ വന്നിട്ട് എന്താക്കി തൻ്റെ സ്വത്തിൽ നിന്നുള്ളൊരു ഓഹരി ഇയാൾക്ക് കൊടുക്കാൻ പറഞ്ഞ ആളുടെ സ്വപ്നത്തിനാണോ, അതല്ല തൻ്റെ കടം വീട്ടാൻ വേണ്ടി എടുക്കുകയും ബാക്കിയുള്ളത് ഇങ്ങനെ മൊത്തം കൊടുക്കുകയും ചെയ്ത ആൾക്കാണോ? സ്വതക്കയുടെ മഹത്വം പറയാൻ വേണ്ടി, അപ്പോൾ സ്വതക്കയുടെ മഹത്വം പറയാൻ വേണ്ടി കൊണ്ടേതങ്ങട്ടാണ് ഖബറിങ്ങക്കാണ്. അത് ഖബറാളിയോടാണ് എന്താക്കുന്നത്, ഇയാളുടെ സങ്കടം പറയേണ്ടത്. അപ്പോൾ ആ ഖബറാളി എന്താക്കുന്നു, ഇടപെടുന്നു. മാത്രമല്ല ഇതിനേക്കാൾ വലുത് എന്തുണ്ട് ഖബറാളികളുടെ വിഷയത്തിൽ ഇവിടെ എഴുതിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സക്കരിയ മൗലാന തന്നെ പറയേണ്ടത് കാണാൻ കഴിയും. അത് സക്കരിയ മൗലാനയുടെ അദ്ദേഹം തന്നെ പറയാണ്. അപ്പോൾ നമ്മൾ അതായത് മുഹമ്മദ് യൂസുഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ സീറ എഴുതുന്നിടത്താണ് പറയേണ്ടത്. അതായത് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞൊരു ഷെയ്ഖ് ഉണ്ടായിരുന്നതാണ്. ഈ അബ്ദുൽ ഖാദറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്കരിയ മൗലാനൻ്റെ ഖുർആൻ കേൾക്കാൻ അയാൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഈ അബ്ദുൽ ഖാദർ പറഞ്ഞാൽ പാകിസ്ഥാനിയാണ്. അപ്പോൾ ഈ പാകിസ്ഥാനിയായ അബ്ദുൽ ഖാദറിന് സക്കരിയ മൗലാനൻ്റെ ഖുർആൻ കേൾക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സക്കരിയ മൗലാനക്ക് ഓതി കേൾപ്പിക്കാൻ ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ അദ്ദേഹം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായിരുന്നാലും ഇയാളെ ഖബറിങ്ങിൽ ചെന്നിട്ട് ഒരു ഖത്തം എന്തായാലും ഓതി അടുത്ത് തീർക്കാം, എന്നാൽ പിന്നെ ആ ഒരാഗ്രഹമുണ്ട് സാധിക്കുമല്ലോ എന്നുള്ളതിലേക്ക് അങ്ങനെ പോവാണ്. അങ്ങനെ അദ്ദേഹം പോകുന്ന സമയത്ത് ഭയങ്കര ചൂടുള്ള സമയമാണ്. പാകിസ്ഥാനിൽ ഭയങ്കര ചൂടാണ്, ഭയങ്കര പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഈ സക്കരിയ മൗലാന പറയണേ, അബ്ദുൽ ഖാദർ എൻ്റെ വിഷയത്തിൽ, ഷെയ്ഖ് അബ്ദുൽ ഖാദർ എൻ്റെ വിഷയത്തിൽ വലിയ ശ്രദ്ധയുള്ളയാളായിരുന്നു. അദ്ദേഹം എൻ്റെ സൗഖ്യത്തിലും അതുപോലെ തന്നെ എൻ്റെ സഹായത്തിലൊക്കെ ഐശ്വര്യത്തിലൊക്കെ വലിയ ശ്രദ്ധ പുലർത്തിയിരുന്ന ആളായതുകൊണ്ട് തന്നെ ഞാൻ 3 ദിവസം അയാളെ ഖബറിൽ ചെന്ന് ഓതി. ആ 3 ദിവസവും നല്ല തണൽ ആണ് കിട്ടിയത്. മാത്രമല്ല അതുവരെ ഉണ്ടായിരുന്ന ചൂടുള്ള അവസ്ഥകളൊക്കെ എന്തായി മാറിക്കിട്ടി. ഇതിലൂടെ പറഞ്ഞത് എന്താണ്, അപ്പോൾ ഈ അബ്ദുൽ ഖാദറാണ് എന്താക്കിയത്, ഖാദറായ അള്ളയെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയാസമില്ല. ഇനി അബ്ദുൽ ഖാദറാണ് ആ ചൂടിനെ മാറ്റിയതും തണലെടുത്തതും. ഈ കഥകളൊക്കെ വായിക്കണം. ഇത് ഒരു ഡോസിന് മാത്രം വായിച്ചതാണ്. ഈ കഥയൊക്കെ വായിക്കണ ഒരു തബ്ലീഗുകാരൻ നിസാമുദ്ദീൻ ദർഗി പോയിക്കാണ്ട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഏത് തബ്ലീഗുകാർക്കാണ് ഞാൻ എതിർക്കാൻ കഴിയുക? ഇപ്പോൾ ചില ആൾക്കാരാണ് ഞങ്ങൾ ഖത്തറിലെ തബ്ലീഗുകാരൊക്കെ ഭയങ്കര തൗഹീദുള്ള ആൾക്കാരാണ്, ഇന്ത്യയിലെ തബ്ലീഗുകാർക്കൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. അതായത് ഇവരുടെ തനി നിറം സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മൾ പറയേണ്ടതല്ല. ഇബ്രാഹിം ആലു ഷെയ്ഖ് റഹിമഹുല്ല ഇവരുടെ വിഷയത്തിൽ ഫത്വ പ്രത്യേകം എടുത്തു കൊടുത്ത് കാണാൻ കഴിയും. ഇവരുടെ തനി നിറം എന്താക്കണം, സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം ഇവർ ഓരോ നാട്ടിലും ചെല്ലുമ്പോൾ അവിടുത്തെ ഭൂരിപക്ഷം ആരാണോ അതനുസരിച്ച് നിൽക്കുക എന്നത് ഇവരുടെ ഒരു ആശയത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ പൊതുവെ സലഫികൾക്കിടയിലൊക്കെ അവരിങ്ങനെ ഇടപെട്ട് ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ഖബറിങ്ങ പോകാനും അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഈ ഖുറാഫാത്തൊന്നും പൊതുവെ അത്ര തന്നെ അവർ കാണിക്കലില്ല. എന്നാൽ ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ ആ നാട്ടിലെന്താണോ അവിടുത്തെ അവസ്ഥ അതിനനുസരിച്ച് നിന്ന് കൊടുക്കുക എന്നതാണ് തബ്ലീഗിൻ്റെ പൊതുവെയുള്ളൊരു നയം എന്നത് പണ്ഡിതന്മാർ തന്നെ ഇവരെക്കുറിച്ച് പ്രത്യേകം എടുത്ത് ആക്ഷേപമായി പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ പറഞ്ഞു വെച്ച 10 കാര്യങ്ങളിലെ അവസാനത്തെ 2 പോയിൻ്റുകളത് നമ്മൾ തുടങ്ങിയത് അക്കീദം എന്നാണ്. വിശ്വാസപരമായി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കൂടുതൽ തെളിവുകൾ ആവശ്യമില്ലാത്ത വിധം നമുക്ക് മനസ്സിലാവുകയും ചെയ്ത് അവർ കഴിഞ്ഞ വിഷയത്തിൽ നമ്മൾ എടുത്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു
ത്വരീക്കത്ത് കൊണ്ട് പിഴച്ചുപോയ വേറെ ചില ആളുകളുടെ കാര്യം നമ്മളന്ന് ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഈ ത്വരീക്കത്തുമായി ബന്ധപ്പെട്ടവർക്കുള്ള ബന്ധവും കാര്യങ്ങളും നമ്മൾ സൂചിപ്പിക്കേണ്ടായി. അപ്പോൾ ശരിക്കും അത് ഇനി ഒന്ന് ശരിക്കും കുറച്ചും കൂടി വ്യക്തമായി കൊടുക്കണം. അത് തബ്ലീഗ് ജമാഅത്ത് സ്ഥാപകൻ നേരത്തെ ഷബീർ സുലൈഹി പറഞ്ഞ സക്കരിയ സാഹിബ് അതേപോലെ അതിൽപ്പെട്ട മറ്റൊരു പ്രധാനിയാണ് സക്കരിയ സാഹിബ്. ഈ സക്കരിയ സാഹിബിൻ്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം, അദ്ദേഹം നക്ഷബന്ദി ത്വരീഖത്തിലെ വലിയ ഷെയ്ഖായിരുന്നതാണ്. അതിൻ്റെ ഒരു കേവലം ഒരു മുരീദ് മാത്രമല്ല, വലിയ ഷെയ്ഖായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫലായിലെ അഴ്മാൽ, ഈ ഫലായിലെ അഴ്മാൽ പരിഭാഷപ്പെടുത്തിയ ഈ മുഹമ്മദ് അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 26/8/1964 ആ പരിഭാഷ അദ്ദേഹം ഇറക്കുന്നത്. നമ്മൾ സ്ക്രീനിൽ കാണാമത്. അതിൻ്റെ മുഖപുരയിൽ തന്നെ ഗ്രന്ഥകർത്താവ് പറയുന്നൊരു ഭാഗമുണ്ട്. ഇത് കിതാബിനെ പരിചയപ്പെടുത്തിക്കൊണ്ടും എഴുതിയ സക്കരിയ സാഹിബിനെ പരിചയപ്പെടുത്തിക്കൊണ്ടും പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ 24/6/63 ഗ്രന്ഥകർത്താവിനെ സന്ദർശിക്കുകയും ഇതുകളും അദ്ദേഹത്തിൻ്റെ ഇതര കൃതികളായ ഫലായിലെ റമലാന്, ഫലായിലെ ഹജ്ജ്, ഫലായിലെ നബവിയ, ഫലായിലെ സദഖാത്ത് മുതലായ ഉറുദു ഗ്രന്ഥങ്ങളും പരിഭാഷപ്പെടുത്തുന്നതിന് അനുവാദം ആവശ്യപ്പെടുകയും അപ്രകാരം അദ്ദേഹം ആശീർവാദങ്ങളോട് കൂടി സസന്തോഷം എനിക്ക് അനുവാദം തരികയും ചെയ്തു. ഇനി പറയുന്ന ഭാഗമാണ് പ്രധാനം. അബൂദാവൂദ്, ബുഖാരി, മുവത്ത, ഇമാം മാലിക് തുടങ്ങിയ മുതലായ ഹദീസ് ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനങ്ങളും മറ്റനേകം അറബി ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുള്ള ഈ മഹാനായ പണ്ഡിതൻ നക്ഷബന്ദി ത്വരീഖത്തിലെ 10,000-കണക്കിന് മുരീദന്മാരുള്ള ഷെയ്ഖാണ്. നക്ഷബന്ദി ത്വരീഖത്തിലെ 10,000-കണക്കിന് മുരീദന്മാരുള്ള ഷെയ്ഖാണ് എന്നാണ് ഇവർ പ്രധാനപ്പെട്ട നേതാവിനെ കുറിച്ച് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞതിനും പറഞ്ഞത് ഇവർ 4 ത്വരീഖത്തുകളെ അംഗീകരിക്കുന്നുണ്ട്. കാരണം സ്ഥാപക നേതാക്കന്മാരിൽപ്പെട്ട പ്രധാനിയായ സക്കരിയ സാഹിബ് നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ ഷെയ്ഖാണ്. നക്ഷബന്ദി ത്വരീഖത്ത് യഥാർത്ഥത്തിൽ മറ്റ് ത്വരീഖത്തുകളെക്കാൾ ഏറെ ഒരു പടി കൂടി ഖുറാഫാത്തിൽ എല്ലാ സീമകളും ലംഘിച്ച വളരെ പഴിച്ചു പോയ ഒരു സംഘമാണ്. ഹുലൂൽ ഇത്തിഹാദ് വാദങ്ങൾ വരെ അള്ളാഹു തആല സൃഷ്ടിയിലേക്ക് ഇറങ്ങി വരുമെന്നും സൃഷ്ടി അള്ളാഹുലേക്ക് ലയിച്ചില്ലാതായി പോകുമെന്നും വരെ വിശ്വസിക്കുന്ന വിശ്വാസമുള്ളവരാണ് നക്ഷബന്ദി ത്വരീഖത്തുകാർ. 8-ാം നൂറ്റാണ്ടിലാണ് നക്ഷബന്ദി ത്വരീഖത്ത് എന്ന ഈ ത്വരീഖത്തിൻ്റെ സ്ഥാപകൻ ജീവിക്കുന്നത്. മുഹമ്മദ് ബഹാഉദ്ദീൻ ഷാ നക്ഷബന്ദി എന്ന ഒരു വ്യക്തി ഹിജ്റ 791 അദ്ദേഹം വഫാത്താകുന്നത്. അദ്ദേഹമാണ് നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ സ്ഥാപകൻ. നക്ഷബന്ദി എന്ന് പേര് വരാൻ തന്നെ കാരണം അവർ പ്രചരിപ്പിക്കുന്നത് ഇയാളുടെ പേര് ബഹാഉദ്ദീൻ എന്നാണ്. ഇദ്ദേഹം അള്ളാഹുവിനെക്കുറിച്ച് ധാരാളമായി സ്മരിച്ച് അവസാനം ഇയാളുടെ ഹൃദയത്തിൻ്റെ പുറന്തോടിൽ അള്ളാഹു എന്ന് നക്ഷ ചെയ്യപ്പെട്ടു, കൊത്തിവെക്കപ്പെട്ടു. ഹൃദയത്തിൻ്റെ പുറത്ത് അള്ളാഹു എന്ന് കൊത്തിവെക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് നക്ഷബന്ദ് എന്ന് പേര് വന്നത് എന്നാണ് ത്വരീഖത്തുകാർ പ്രചരിപ്പിക്കുന്നത്. ആ ത്വരീഖത്തിൻ്റെ വലിയ ഷെയ്ഖാണ്. 10,000-കണക്കിന് മുരീദന്മാർ അദ്ദേഹത്തിന് ശിഷ്യന്മാരുണ്ട് എന്നാണ് അവർ തന്നെയും ഔദ്യോഗികമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ നക്ഷബന്ദി ത്വരീഖത്ത് വളരെ അപകടം പിടിച്ച വിശ്വാസങ്ങളും വ്യത്യസ്തമായ വളരെ വിചിത്രമായ പല രീതികളും മതത്തിൻ്റെ പേരിൽ ആചരിക്കുന്നവരാണ്. അവർക്കൊരു റാബിത്ത എന്ന് പറയുന്ന പ്രത്യേകമായൊരു ഒരു ഇസ്തിലാഹുണ്ട് ഈ നക്ഷബന്ദി ത്വരീഖത്തിന്. ഒരാൾ ത്വരീഖത്തിൽ ചേരാൻ വരുമ്പോൾ അദ്ദേഹം ഷെയ്ഖിൻ്റെ അടുത്ത് വന്ന് ബൈഅത്ത് ചെയ്ത് ത്വരീഖത്തിൻ്റെ ആളായി മാറണമെങ്കിൽ ഇദ്ദേഹത്തെ അള്ളാഹുമായി ബന്ധിപ്പിക്കുന്നൊരു പണിയുണ്ട്. അതിന് ഇദ്ദേഹം ഖൽവത്തിലിരിക്കണം. ഖൽവത്താണ് ഏകാന്തവാസം. ചുരുങ്ങിയത് 3 ദിവസമാണ്. പിന്നെ വ്യത്യസ്തമായ ദിവസങ്ങൾ അവർ പറയുന്നുണ്ട്. ഈ ദിവസങ്ങൾ ചെയ്യേണ്ടത്, ഒന്ന്, അദ്ദേഹം നാവ് തൻ്റെ തൊണ്ടയുടെ മുകളിൽ തട്ടിച്ചുകൊണ്ടിരിക്കണം. നാവ് അനക്കാൻ പാടില്ല. 3 ദിവസം അങ്ങനെ. പല്ലും ചേർത്ത് വെക്കണം. ചുണ്ടും ചേർത്ത് വെക്കണം. എന്നിട്ട് തൻ്റെ നെറ്റിയിൽ തൻ്റെ ഷെയ്ഖിൻ്റെ രൂപം അയാൾ സങ്കല്പിക്കണം. ഈ നക്ഷബന്ദി ത്വരീഖത്തിലെ ഷെയ്ഖ് എൻ്റെ നെറ്റിലിങ്ങനെ നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കണം. എന്നിട്ട് ആ ഷെയ്ഖിനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് 3 ദിവസം അയാൾ ഇങ്ങനെ ഇരിക്കണം. അങ്ങനെ ഈ ഷെയ്ഖിന് അള്ളാഹുമായി നയിക്കുന്നതിന് ബന്ധമുണ്ട്. ഈ ഷെയ്ഖ് തന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിച്ചു തരും. ഇതാണ് നക്ഷബന്ദി ത്വരീഖത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗം തന്നെ. അത്തരം ആ ത്വരീഖത്തിൻ്റെ ഷെയ്ഖാണ് ഈ പറയപ്പെട്ട സക്കരിയ സാഹിബ് എന്നാണ് എഴുതി വെക്കുക. അതായത് അദ്ദേഹമാണ് ഈ ഫലായിൽ കിതാബ് പലതും രചിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അപകടം പിടിച്ച ഈ വാദങ്ങളൊക്കെ ഇതിൽ വന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഈ ത്വരീഖത്തിൻ്റെ ആശയമാണ് അവർ പ്രചരിപ്പിക്കുന്നത്. മാത്രവുമല്ല നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്കവിടെ കാണാം ഷെയ്ഖുമാരെക്കുറിച്ചും ഖബറുമായി ബന്ധപ്പെട്ട വിഷയത്തിലും
അങ്ങേ അറ്റത്തെ അതിര് കവിഞ്ഞ വാദം ഉന്നയിക്കുന്നവരാണ് നഖ്ശബന്ദി ത്വരീഖത്തുകാർ. ഖബറുകൾ ചെല്ലുകയും ഖബറുകളിൽ പോയി തേടുകയും ഖബറാളിയെ നേരെ കാണാമെന്നും ഉണർച്ചയിൽ തന്നെ കാണാമെന്നും ഖബറാളിയോട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനും പറയാനും വ്യത്യസ്തമായ ഇടപാടുകൾക്കുമെല്ലാം പറ്റുമെന്നും വരെ പഠിപ്പിക്കുന്നതാണ് ഇവരുടെ രീതി. മാത്രവുമല്ല ഷെയ്ഖിനെ പരിപൂർണമായും ഇത്തിബാഴ് ചെയ്യണമെന്നാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഷെയ്ഖിനോട് എതിര് ചെയ്യുക എന്നത് ഹറാമാണ്. ഷെയ്ഖ് എന്തു പറഞ്ഞാലും അതെല്ലാം അതേപടി സ്വീകരിച്ചോളണം എന്നിവരെ അവർ വിശ്വസിക്കുന്നു. അതേപോലെ പ്രത്യേകമായി പറയുന്ന ഒന്നാണ് പിന്നെ പണ്ഡിതന്മാരുമായി ഇൽമിൻ്റെ ആളുകളുമായി ബന്ധമുണ്ടാകാൻ പാടില്ല. ഇൽമിൻ്റെ ആളുകൾ, ഫിഖഹിൻ്റെ ആളുകൾ, അവരോടൊക്കെ പ്രത്യേകിച്ച് ഒരിക്കലും ബന്ധമുണ്ടാകാൻ പാടില്ല. കാരണം ആ ബന്ധമുണ്ടാവാൻ ത്വരീഖത്തിൻ്റെ മശായിഖന്മാർക്ക് മാത്രമേ വകുപ്പുള്ളൂ. അല്ലാത്തവരാരും പണ്ഡിതന്മാരെ കൂടെ കൂടുക, അവരോട് ഫത്വകൾ ചോദിക്കുക, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനം നടത്തുക, ഇതൊന്നും പാടില്ല എന്നാണ് നഖ്ശബന്ദി ത്വരീഖത്തിൻ്റെ ബേസ് തന്നെ. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ തബ്ലീഗ് ജമാഅത്തിൻ്റെ ഒരു അസ്ല്, അടിസ്ഥാനം എന്ന് പറയാവുന്നത്. എന്തുകൊണ്ട് പണ്ഡിതന്മാരുണ്ടായാലും ഉത്തരവാദിത്തം. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, തബ്ലീഗ് ജമാഅത്തുകാർ ഇൽമിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അത് യാദൃശ്യമായി ഉണ്ടായതല്ല. അവരുടെ ബേസ് പ്രകാരം ഇൽമിന് പ്രാധാന്യം കൊടുക്കേണ്ട അത്ര വലിയ കാര്യമൊന്നുമില്ല. അത് മറ്റുള്ളത് ചെയ്തുകൊള്ളും, ഷെയ്ഖുമാർ നോക്കിക്കൊള്ളും. ഷെയ്ഖിനാവട്ടെ പഠിച്ചവരുമായിട്ട് നിൽക്കുന്നവരെ ബന്ധമുണ്ട് താനും. ഇതാണ് അവരുടെ ഒരു അസ്ല്. മാത്രമല്ല ഇബാദത്ത്, ദിക്ർ എന്നിവയൊക്കെ യഥാർത്ഥത്തിൽ ഇബാദത്തും ദിക്റും ആകണമെങ്കിൽ ഗൈബ് അറിയുന്ന മർത്തബയിലേക്ക് എത്തണം എന്നാണ്. ഈ ത്വരീഖത്തിൽ വന്ന് ബൈഅത്ത് ചെയ്ത് അതിൻ്റെ വ്യത്യസ്തമായ രീതികൾ ചെയ്തിട്ട് ഗൈബ് അറിയുന്ന മർത്തബയിലേക്ക് എത്തുക, അതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. നഖ്ശബന്ദി ത്വരീഖത്തിൽ വരുന്ന ഒരാളുടെ ലക്ഷ്യമായി പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? മറഞ്ഞ കാര്യം അറിയാവുന്ന ലെവലിലേക്ക് എത്തണം. ആ ലെവലിലേക്ക് എത്തുമ്പോഴാണ് അയാൾ ഇബാദത്താവുക, അയാൾ ദിക്റാവുക. ഇതാണ് അവളുടെ ലക്ഷ്യം തന്നെ. ഈ ത്വരീഖത്തിലാണ് യഥാർത്ഥത്തിൽ തബ്ലീഗ് ജമാഅത്ത് സ്ഥാപിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഏത് ഫളായിൽ കിതാബ് എടുത്താലും, പദാർത്ഥങ്ങൾ പറഞ്ഞല്ലോ, ഫളായിൽ സ്വതക്കാത്ത്, ഏത് ഫളായിൽ കിതാബ് എടുത്താലും അവിടെയൊക്കെ ഇത്തരം ധാരാളം കഥകൾ ഔലിയാക്കന്മാരുമായി ബന്ധപ്പെട്ട് അബ്ദാലുമായി ബന്ധപ്പെട്ടൊക്കെ കാണാം. കേരളത്തിലെ തബ്ലീഗുകാർ പക്ഷേ ഇത് പറയുന്നില്ലായിരിക്കാം. തബ്ലീഗ് ജമാഅത്ത് തരക്കേടില്ല എന്ന് പറഞ്ഞ് കൂടിയ ചില ആളുകൾ ഒരു പക്ഷേ ഈ വശങ്ങൾ അവരത്ര ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരിക്കാം. നമ്മൾ കേവലം പക്ഷപാതം കൊണ്ടൊരിക്കലും ആക്ഷേപമായി പറഞ്ഞതല്ല. മാത്രവുമല്ല വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ തെക്കൻ ജില്ലയിൽ തബ്ലീഗ് ജമാഅത്ത് വിഷയത്തിൽ പ്രത്യേകമായ ഒരു മുഖാമുഖം തന്നെ നാം അവിടെ നടത്തുകയുണ്ടായി കരുനാഗപ്പള്ളിയിൽ. മാത്രമല്ല തബ്ലീഗ് ജമാഅത്തിൻ്റെ ഇന്ന് ഇവിടെയുള്ള അവരുടെ ഏറ്റവും വലിയ ഒരു ഫത്വ നൽകുന്ന ആൾ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന അമീൻ മുഫ്തി എന്ന് പറയുന്ന അവരുടെ കൂട്ടത്തിൽ ഒരു പണ്ഡിതനായി പരിചയപ്പെടുത്തുന്ന ആൾ, അദ്ദേഹം തന്നെ നേരിട്ട് വരികയും അദ്ദേഹം ചോദ്യം ഉന്നയിക്കുകയും ഈ വിശ്വാസങ്ങൾക്ക് തബ്ലീഗ് ജമാഅത്തുകൾക്ക് ഉണ്ട് എന്ന് നമ്മൾ അവരെ മുൻനിർത്തി അവരുടെ പുസ്തകങ്ങൾ വെച്ച് വ്യക്തമായി അവിടെ സ്ഥാപിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും ആ വിശ്വാസം ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ കിതാബിൽ നിന്ന്, ഇബ്നു ഖയ്യിമിൻ്റെ കിതാബിൽ നിന്നൊക്കെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഇല്ലാത്ത അർത്ഥം വെച്ചുകൊണ്ട് ഈ വിശ്വാസത്തെ സ്ഥാപിക്കാനാണ് അന്ന് അദ്ദേഹം ശ്രമിച്ചത്. എന്നുവെച്ചാൽ ഇതൊക്കെ അന്ന് അവർക്ക് പറ്റിപ്പോയ അബദ്ധമാണ്, ഞങ്ങളതൊക്കെ തിരിച്ചറിഞ്ഞു തിരുത്തി എന്നല്ല പറഞ്ഞത്. ഇതൊക്കെ ന്യായീകരിച്ചു എന്ന് മാത്രമല്ല, ഇത് വിമർശിക്കാൻ നിങ്ങൾക്കെന്ത് അവകാശം നിങ്ങൾക്കുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിനക്ക് ചോദ്യം ചോദിക്കുകയാണ്. ആ ക്ലിപ്പ് വേണമെങ്കിൽ നമുക്കിവിടെ ചെറിയ ഭാഗം കേൾക്കുന്നത് നല്ലതാണ്. ലൗഹുൽ മഹ്ഫൂദ് ശൈഖുൽ ഇസ്ലാം വായിച്ചു എന്ന് നിങ്ങൾ ഇപ്പം കാണിച്ചേരി, എന്നാൽ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തുതരാം. ഞാൻ വായിച്ചു എന്ന് കണ്ടി പറയും. മൈക്ക് കൊടുക്കി. ആഹാ, അത് ശരി. ഞാനിവിടെ വായിച്ചതാണ് കതബല്ല. ലൗഹുൽ മഹ്ഫൂദ് വായിച്ചു. ഞാൻ ഇടയിൽ കയറൂല കേട്ടോ. നിങ്ങൾ കേറുന്നുണ്ട്. ലൗഹുൽ മഹ്ഫൂദ് വായിച്ചു എന്നുള്ളത് പറഞ്ഞു. അതെവിടെയാണ്? ആരും ഇടയിൽ കയറരുത്. ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ നോക്കണ്ട. ലാ തുക്സിറു, അധികം എന്നോട് ചോദിക്കരുത്. കതബല്ലാഹു തആല ഫിൽ ലൗഹിൽ മഹ്ഫൂദ്, അല്ലാഹു ലൗഹുൽ മഹ്ഫൂദിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ഇതെല്ലാം ഞാൻ എപ്രകാരം? ബാക്കി വായിക്കി. അന്നഹും മഹ്സൂമൂന ഫീ ഹാദിഹിൽ ഖറ. പിന്നെ ബാക്കി വഅന്ന നസ്റ ലിജുയൂസിൽ ഇസ്ലാം. തല്ലുള്ളൂ. വഅന്ന നസ്റ ലിജുയൂസിൽ ഇസ്ലാം, ഇസ്ലാമിക സൈന്യങ്ങൾക്കാണ് വിജയമെന്ന് ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. ഉറപ്പല്ലേ? ഖുർആനിലെ ഇസ്ലാമിക സൈന്യങ്ങൾക്കാണ് വിജയം എന്ന് ഖുർആനിലുണ്ട്, ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. സംശയമുണ്ടോ? ലൗഹുൽ മഹ്ഫൂദ് വായിച്ചു മുസ്ലിം, നിങ്ങൾ തട്ടിപ്പ് ഞങ്ങൾക്ക് അറിയാം.
ലൗഹുൽ മഹ്ഫൂദ് വായിച്ചൊന്നുമില്ല. അതാ പറഞ്ഞത്. അപ്പോൾ കണ്ടോ, ഇത്ര വ്യക്തമായിട്ട് കിതാബുകളെപ്പോഴും ദുർവ്യാഖ്യാനിച്ച് ഇല്ലാത്ത ആശയം സ്ഥാപിച്ചുകൊണ്ട് അവരവിടെ വന്നത് എന്തിനാണ്? ഈ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇതിൻ്റെ 10 ഇരട്ടി അവിടെ വിശാവതത്തിൽ ഉറുദു ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. തബ്ലീഗ് ജമാഅത്തുകളുടെ ഗ്രന്ഥങ്ങൾ അധികം ഉറുദുവിലാണ്. ആ ഉറുദു ഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ വിശാവതരണം ഉണ്ടായത്. ആ മുഖാമുഖം കേൾക്കാത്തവർ കേൾക്കണമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയാണ്. അതിന് വിശാവതരണം എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അവതരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ നേർപ്പദത്തിലും 7 ലക്കങ്ങൾ തുടർച്ചയായി ഇതെല്ലാം വെച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ അവരുടെ ഇത്തരം തെറ്റായ വിശ്വാസങ്ങളെ വളരെ കൃത്യമായി ഉറുദു ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വായിച്ചപ്പോൾ അത് ന്യായീകരിക്കാൻ വേണ്ടി വരികയും ഇത് നിങ്ങൾക്ക് വിമർശിക്കാൻ അവകാശമില്ല, നിങ്ങളും ഈ വിശ്വാസക്കാരാണ് എന്ന് ഇങ്ങോട്ട് പറയാനാണ് കിതാബിൽ തട്ടിപ്പുറത്തിക്കൊണ്ട് അവിടെ ഏറ്റവും വലിയ ഇന്നുള്ള വലിയ പണ്ഡിതൻ എന്ന് അവർ തന്നെ പരിചയപ്പെടുത്തുന്ന ആൾ നേരിട്ട് വന്നുകൊണ്ട് ഇവിടെ സംസാരിച്ചത് എന്നത് കൂടി സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇനി ചിലപ്പോൾ പറയും ഈ ഇതൊക്കെ ഇപ്പോൾ നക്ഷബന്ധിയൊക്കെ അങ്ങനെ ഉണ്ട്, വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ സക്കരിയ മൗലാനൊക്കെ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നൊക്കെ ചിലപ്പോൾ എന്താവും. ഇനി സാധാരണക്കാരെ പൊട്ടീസാക്കാൻ വേണ്ടി ചോദിച്ചു വരും. ഇവിടെ സക്കരിയ അദ്ദേഹത്തിൻ്റെ ഉമ്മയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അമ്മാവനെക്കുറിച്ചൊക്കെ പറയേണ്ടത് കാണാം. കിതാബുകളിൽ അത് പോലെ തന്നെ എഴുതി വെച്ചതാണ്. അത് അവരുടെ മരണത്തിൻ്റെ സമയം അവർക്ക് അറിയായിരുന്നു എന്നാണ്. അമ്മാവന് അത് അമ്മാവനല്ല അഥവാ പിതൃവ്യൻ്റെ മരണത്തെ കുറിച്ച് അറിയുമായിരുന്നു, എപ്പോഴാണ് മരിക്കാന്ന്. അതേപോലെ തന്നെ ഉമ്മാക്ക് നേരത്തെ ഗൈബ് എന്ന് പറഞ്ഞത്, ഗൈബ് അറിയുന്ന മർത്തബയ്ക്ക് എത്തിയ ആൾക്കാരാണ് ആര്? ബാപ്പാൻ്റെ സഹോദരനും ഉമ്മയും. ഇത് വെറുതെ പറയല്ല, കാരണം അദ്ദേഹം പറയേണ്ടത് കാണാം, ഇന്ന അമ്മി ഖാല ഖബില വഫാത്തിഹി ഫി ആഖിരില്ലൈൽ. മരിക്കുന്നതിൻ്റെ തൊട്ടുമ്പത്തെ രാത്രിയിൽ മൂപ്പരോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? അജിദുനി അർഗബു ഫി അൻ അത്തസില വ അൽബസ സിയാബൽ ജദീദ വ അതതയ്യബ്. ഞാൻ നല്ല വസ്ത്രമൊക്കെ ധരിക്കാനും അതുപോലെ തന്നെ ഒന്ന് കുളിക്കാനും അതുപോലെ തന്നെ നല്ല അത്രയൊക്കെ പൂശാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ്. വക്കാലായുധൻ ഹാദിഹിൽ ലൈല ഹിയ ലൈലത്തുൽ അഖീറ. ഈ രാത്രിയാണ് എൻ്റെ അവസാന രാത്രിയാണ്, മിൻ ഹയാത്തി, എൻ്റെ ജീവിതത്തിലെ അവസാന രാത്രിയാണ്. അതുകൊണ്ട് ഫ വഹിബു അൻ അക്കൂന അല അഹ്സനി ഹാൽ, ഏറ്റവും നല്ല ഹാലിൽ ഞാൻ മരിക്കണം എന്ന് എനിക്ക് എന്തുണ്ട്, ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്താക്കേണ്ടത്, ഇപ്പം ഒന്ന് കുളിക്കണം, അത്തർ വരട്ടണം, അതുപോലെ തന്നെ നല്ല വസ്ത്രമൊക്കെ ധരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അള്ളാഹ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത് ഒരാൾ നാളെ സമ്പാദിക്കാനിരിക്കേണ്ടത് എന്താണെന്ന് എനിക്കറിയില്ല. മത തെക്സിബു കഥ വമാ തെതിരി അയ്യ നഫ്സിൻ ബി അയ്യി അർളിൻ തമുത്ത്. ഏത് ഭൂമിയിൽ വെച്ച് എപ്പോഴാണ് മരിക്കാമെന്ന് ആർക്കും അറിയില്ല എന്ന് അള്ളാഹ് പറയുമ്പോൾ സക്കരിയ മൗലാന പറയണ മൂപ്പര അമ്മ പറയണത്, ഇന്ന ദിവസം ഞാൻ ഇന്നിൻ്റെ അവസാന രാത്രിയാണ്, അതുകൊണ്ട് ഞാൻ ഒന്ന് കുളിച്ചിട്ട്. അതേപോലെ തന്നെ ഉമ്മൻ്റെ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട് റമദാനിലാണ്. അപ്പോൾ തറാവിക്ക് പോകണ നേരത്തെ ഉമ്മ പറയുന്ന കുറച്ച് വർത്തമാനങ്ങളുണ്ട്. എല്ലാം കൂടി നമുക്ക് ഇവിടെ ഓരോന്ന് ആവശ്യത്തിന് നമുക്ക് ഓരോന്ന് പുറത്തേക്ക് എടുത്തു. മാത്രമല്ല ധാരാളം ഗ്രന്ഥങ്ങൾ ഇവരുടെ വിശ്വാസ രംഗത്തെയും ഇവിടെ അബദ്ധങ്ങളെയും എടുത്തു കാണിച്ചുകൊണ്ട് അവിടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ കോട്ട് ചെയ്തുകൊണ്ട് ധാരാളം ഗ്രന്ഥങ്ങൾ അറബി ഭാഷയിലും ഉറുദു ഭാഷയിലും എല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായി അസ്സിറാജുൽ മുനീർ ഫി തംബീഹി ജമാഅത്ത് തബ്ലീഗ് അല അഖ്താഇഹിം, തബ്ലീഗ് ജമാഅത്തിൻ്റെ അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി എഴുതപ്പെട്ട ഗ്രന്ഥമാണ് സിറാജുൽ മുനീർ. അതുപോലെ അൽ ഖൗലുൽ ബലീഗ് ഫി തഹ്ദീർ മിൻ ജമാഅത്ത് തബ്ലീഗ്, തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് താക്കീത് ചെയ്യാൻ വേണ്ടി എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. ജമാഅത്ത് തബ്ലീഗ് അഖായിദുഹ വ തഅരീഫുഹ, ഇങ്ങനെ തുടങ്ങിയ പല ഗ്രന്ഥങ്ങൾ, ഒരു ഡസനോളം ഗ്രന്ഥങ്ങൾ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ പെട്ടു തന്നെ ഉണ്ട്, അതല്ലാത്ത വേറെയും ഉണ്ടാവാം. ഉറുദുവിൽ ധാരാളം ഗ്രന്ഥങ്ങൾ. ഇനി ഇന്ത്യൻ തബ്ലീഗ് ജമാഅത്ത് ഇതൊന്നും അല്ലാന്ന് ചില ആളുകൾ വധിക്കുന്നുണ്ട്. അതേക്കുറിച്ച് മാത്രം എഴുതപ്പെട്ട ഗ്രന്ഥമുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ള തബ്ലീഗ് ജമാഅത്ത്, കാരണം ഈ ഒരു ഏരിയയാണല്ലോ അതിൻ്റെ തുടക്കം. അപ്പോൾ അവരുടെ വിശ്വാസത്തെപ്പറ്റി പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ പറഞ്ഞ അവരുടെ തന്നെ ഗ്രന്ഥങ്ങളിൽ വന്നതിനെ ബേസാക്കിക്കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും ഇന്നും സംസാരിച്ചിട്ടുള്ളത്. ഇനിയും വേണമെങ്കിൽ നമുക്ക് വിശദമായി പ്രൂഫ് പോയിന്റിലും അല്ലാതെയും ഒക്കെ വേണമെങ്കിൽ വിഷയം സംസാരിക്കുകയുമാവാം. ഇതിൽ അവസാനം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ എത്രത്തോളം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തബ്ലീഗ് ജമാഅത്തിനെയും ഖാദിയാനികളെയും രണ്ട് വിഭാഗത്തെയും കൂടി താരതമ്യം ചെയ്ത പഠനങ്ങൾ വരെ ആലിമികൾ നടത്തിയിട്ടുണ്ട്. കാരണം രണ്ടുണ്ടായത് ഇന്ത്യയിൽ നിന്ന്, രണ്ടും ക്ലച്ച് പിടിച്ചു തുടങ്ങിയത് പാകിസ്ഥാനിലൂടെ. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖാദിയാനികൾക്ക് ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഔദ്യോഗികമായിട്ട് അവരുടെ സ്ഥാപനങ്ങളുണ്ട്, അവർക്ക് കാര്യങ്ങൾ നടത്താനുള്ള സാഹചര്യങ്ങളുണ്ട്.
ഇതുപോലെ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ചും കൃത്യമായി ഇത് ഖാദിയാനിയത്തും ഇതൊക്കെ ഒരേ വഴിയിലൂടെ വന്നതാണ് എന്ന രൂപത്തിൽ പോലുമുള്ള പഠനങ്ങൾ സത്യസന്ധമായി കാണാൻ കഴിയും. അപ്പോൾ ഇവരെ എതിർക്കുന്ന ആര് എന്തു പറഞ്ഞാലും അപ്പോഴാണ് ഇവർ ഈ ഒരു തനി രൂപം കൊണ്ട് പുറത്തു വരാൻ. അതുവരെ എല്ലാവരോടും ചിരിച്ച് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞൊരു 10-15 ദിവസം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബോധ്യപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. അവരെ കുറിച്ച് വിമർശനം വന്നാൽ അപ്പോഴറിയാം അവരുടെ ചിരി എന്തൊക്കെ. മറ്റേ നിങ്ങൾ രണ്ട് കയ്യും പിടിച്ച് ഇങ്ങനെ തരാൻ പറയുമ്പോൾ വളരെ ഉഷാറാണെന്ന് ആളുകൾ പൊതുവെ തെറ്റിദ്ധരിക്കലുണ്ട്. അതും ഒരു നിഫാഖിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിലെ ചർച്ചകൾ തീർച്ചയായും ഇപ്പോൾ ഇവിടെ സുദീർഘമായി ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞ് ഈ വിഷയത്തിലേക്ക് ചർച്ച വരണം. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അത് തെറ്റാണെങ്കിൽ, ഇല്ലാത്തതാണെങ്കിൽ, ഇനിയിപ്പോൾ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എടുത്ത് പറയുകയാണെങ്കിൽ കേരളത്തിലെ തബ്ലീഗ് ഇതൊന്നും അംഗീകരിക്കുന്നവരല്ല. ഈ പറയപ്പെട്ട ഖബറിങ്ങ പോയിട്ടുള്ള പ്രാർത്ഥനകളും തേട്ടങ്ങളൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലെ സോഷ്യൽ മീഡിയയിലെയും പുറത്തൊക്കെ ചർച്ചകൾ ആ വഴിക്കാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം ആ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു.